PR കിട്ടാനായി കള്ളക്കല്യാണം കഴിക്കേണ്ടി വരുന്ന UK മലയാളി വിദ്യാർത്ഥികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കോഴ്സിന് ശേഷം ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മലയാളി കുട്ടികളെയാണ് EU സെറ്റിൽമെന്റ് വിസയിൽ കുടുങ്ങുന്നവരിൽ ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. തദ്ദേശീയരായ UK സിറ്റിസൻസിനെ അവരറിയാതെ വിവാഹം ചെയ്യുന്ന വിസ സമ്പ്രദായം ഉപയോഗിച്ച് മലയാളി സ്റ്റുഡൻസിനെ കൊടുക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ UK അനവധിയാണ്. സ്റ്റഡി അബ്രോഡ് രംഗത്തെ ചതിക്കുഴികളിൽ ചിലത് മാത്രമാണ് ഈ കല്യാണ വിസ തട്ടിപ്പ്. ഇതിന് ഇരകളാകുന്നതോ ലക്ഷങ്ങൾ ലോൺ എടുത്ത് 1000 സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക് പറക്കുന്ന മലയാളി കുട്ടികൾ. UK കാനഡയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പഠിക്കാനായി പറക്കുന്ന മലയാളികളുടെ എണ്ണത്തിൽ സമീപ വർഷങ്ങളിൽ കാര്യമായ വർധനവുണ്ടായിട്ടുണ്ട്. മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവുമാണ് പലരെയും അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുന്നത്. നാടൊട്ടും കൂണുപോലെ മുളച്ചുവന്തിയ സ്റ്റഡി അബ്രോഡ് ഏജൻസികളും വിദേശ യൂണിവേഴ്സിറ്റികളിലെ ഉദാരമായ അഡ്മിഷൻ പ്രോസസ്സുകളും കാര്യങ്ങൾ മുമ്പത്തതിലും ഈസി ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ? എന്നാലും എന്ത് കണ്ടിട്ടായിരിക്കും ഇത്രത്തോളം പേർ നമ്മുടെ നാട് വിട്ട് വിദേശത്തേക്ക് പറക്കാൻ കാരണം? ഇതിന് മാത്രം അവസരങ്ങളും സാധ്യതകളും വിദേശത്തുണ്ടോ? പഠനത്തിന് ശേഷം വിദേശത്ത് തന്നെ സ്ഥിരമായി സെറ്റിൽ ആവാൻ എല്ലാവർക്കും പറ്റും? ചോദ്യങ്ങൾ നിരവധിയാണ്, കാരണങ്ങൾ പലതാണ്. കേരളത്തിൽ നിന്നും തൊഴിൽ തേടി വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ ചൊല്ലി കുറെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിനൊന്നും ക്വാളിറ്റി ഇല്ലെന്നും പഠിച്ചാൽ നല്ല പണിയൊന്നും കിട്ടില്ലെന്നുമാണ് നാട് വിടുന്ന വിദ്യാർത്ഥികളിൽ പലരും പറയുന്നത്. അല്ല, പറയുന്നതിൽ അല്പം കാര്യമൊക്കെ ഉണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പോഷർ കിട്ടുന്ന കോഴ്സുകളും ഡിഗ്രികളും നമ്മുടെ നാട്ടിൽ കുറവല്ലേ? ഇവിടുത്തെ പഴഞ്ചൻ വിദ്യാഭ്യാസ രീതിയും കാലഹരണപ്പെട്ട സിലബസും എന്ത് ഭാവിയാണ് നമ്മുടെ യങ് ജനറേഷന് നൽകുന്നത്? ഈ സാഹചര്യത്തിലാണ് പുറം നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലെ കുട്ടികളെ ഹയർ സ്റ്റഡീസിന് ബെസ്റ്റ് ഓപ്ഷൻ ആവുന്നത്. പുതിയ കാലത്തിന് ചെല്ലുന്ന സിലബസും തൊഴിൽ വൈദഗ്ധ്യം ഉറപ്പാക്കുന്ന കോഴ്സുകളും പ്രഗത്ഭരായ അധ്യാപകരും അവിടെ ആർക്കുണ്ട്. അതുപോലെ വിദേശ നാട്ടിലെ ജീവിതശൈലിയും സാമൂഹിക ജീവിതവും കുട്ടികൾ നാട് വിടാൻ ഒരു പ്രത്യേക റീസൺ കൂടെയാണ്. ബാംഗ്ലൂർ ഡേയ്സിൽ ദുൽഖർ സൽമാൻ പറയുന്ന പോലെ പ്രതീക്ഷയുടെ ഒരു പ്രഷർ കുക്കറിനകത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. ജോലി കിട്ടിയില്ലേ, കല്യാണമായില്ലേ, കുട്ടികളായില്ലേ, ഇങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് നാട്ടിൽ അവർക്ക് ചുറ്റും. വിദേശത്തേക്ക് നാട് വിടുമ്പോൾ വ്യക്തി ജീവിതത്തിൽ വരിഞ്ഞു മുറങ്ങുന്ന ഇത്തരം ചോദ്യങ്ങളിൽ നിന്നും കൂടെയാണ് നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടുന്നത്. കേരളം മാത്രമല്ല, കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം 13 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശത്ത് പഠിക്കുന്നത്. ഇതിൽ 12% ആന്ധ്രാപ്രദേശുകാരും 12% പഞ്ചാബുകാരും 11% മഹാരാഷ്ട്രക്കാരും ഉണ്ടെന്നാണ് കണക്ക്. എന്നാൽ ഈ ലിസ്റ്റിൽ വെറും 4.5% വിദ്യാർത്ഥികൾ മാത്രമാണ് കേരളത്തിൽ നിന്നുള്ളത്. അഥവാ പഠനത്തിനായും ജോലിക്കായും വിദേശത്തേക്ക് നാട് വിടുന്നവരുടെ എണ്ണത്തിൽ കേരളം മുമ്പിലല്ല. കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊഴിലില്ലായ്മയും ഭൗതിക സാഹചര്യങ്ങളും കാരണം നാട് വിടുന്നവരിൽ അധികവും മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളാണ്. ഈ പോക്കിതങ്ങോട്ട് ഈ അടുത്ത് പുറത്തു വന്ന കേരള മൈഗ്രേഷൻ സർവേ പറയുന്നത് അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന മലയാളി കുട്ടികളുടെ എണ്ണം ഭീമമായി കൂടിയിട്ടുണ്ടെന്നാണ്. 2018 1,29,763 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് 2023 എത്തുമ്പോഴേക്ക് 2,50,000 ആയി ഉയർന്നു. എന്ന് വെച്ചാൽ എണ്ണം ഡബിളായി വർദ്ധിച്ചാണ്. ഒരു വർഷം കേരളത്തിൽ നിന്നും ഏകദേശം 35,000 വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നുണ്ടെന്നാണ് കണക്ക്. എറണാകുളത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ പഠനത്തിനായി പറഞ്ഞത്. തൊട്ടു പിന്നിൽ തൃശ്ശൂരും കോട്ടയവും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ വിദേശ പഠനം തിരഞ്ഞെടുക്കുന്നവരിലെ സ്ത്രീ പുരുഷ അനുപാതവും ഇപ്പോൾ ഏകദേശം തുല്യമായിരിക്കുന്നു എന്നതാണ്. അതായത് വിദേശത്തേക്ക് പറക്കുന്ന ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും ഈക്വലായി മാറിയെന്ന്. ഈ യാഥാർത്ഥ്യം മറക്കണ്ട. വിദേശ പഠനം സുഖകരമാക്കാൻ ബാങ്കുകൾ വായ്പാ സൗകര്യങ്ങൾ എളുപ്പമാക്കിയത് വിദേശത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്ക് കൂട്ടിയിട്ടുണ്ട്. പഠനത്തിന് ശേഷം സ്റ്റേ ബാക്കും പാർട്ട് ടൈം ജോലി സൗകര്യങ്ങളും വർക്ക് പെർമിറ്റും എല്ലാം നോക്കിയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ വിദേശ പഠനത്തിനായി രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അംഗീകാരമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദേശത്ത് ഏറെയുണ്ട്. ഇവിടേക്കെല്ലാം മോഹന വാഗ്ദാനങ്ങൾ നൽകി വിദ്യാർത്ഥികളെ കയറ്റിവിടുന്ന വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളും നിരവധിയാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, പേര് കേട്ട യൂണിവേഴ്സിറ്റികൾ ഒത്തിരിയുള്ള ബ്രിട്ടനിൽ തട്ടിക്കൂട്ട് കോളേജുകളും ഒട്ടും കുറവല്ല. പോസ്റ്റ് 92 എന്നറിയപ്പെടുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്ക് എന്നാൽ വേണ്ടത്ര ക്വാളിറ്റിയോ എക്സ്പോഷറോ ഇല്ല. വിദേശ പഠനം ആഗ്രഹിച്ച് പല മലയാളി വിദ്യാർത്ഥികളും ചെന്നെത്തുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലേക്കാണ്. കുറഞ്ഞ ഫീസും എളുപ്പത്തിലുള്ള പ്രവേശനവുമാണ് കുട്ടികളെ ആകർഷിക്കുന്നത്. പഠനം കഴിഞ്ഞാൽ PR നേടി ലൈഫ് സെറ്റിലാക്കാമെന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ പ്രലോഭനത്തിൽ പലപ്പോഴും വിദ്യാർത്ഥികൾ വീണുപോകുന്നു. എന്നാൽ PR പോയിട്ട് ജോലി പോലും ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർക്ക് കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാർട്ട് ടൈം ജോലി പണിയാണ്. ആഴ്ചയിൽ ഇത്ര മണിക്കൂർ പാർട്ട് ടൈം ജോലി ചെയ്യാം, പണമുണ്ടാക്കാം, ഫീസ് അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞാണ് പല റിക്രൂട്ട്മെന്റ് ഏജൻസികളും വിദ്യാർത്ഥികളെ ചാക്കിട്ട് പിടിക്കുന്നത്. എന്നാൽ പഠനകാലത്ത് പാർട്ട് ടൈം ജോലികൾ ചെയ്യാൻ സൗകര്യമുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെ പുറം നാട്ടിൽ പരിമിതമാണ്. ഒപ്പം മാറി മാറി വരുന്ന കാലാവസ്ഥയും മറ്റ് ആഭ്യന്തര കാര്യങ്ങളും പാർട്ട് ടൈം ജോലി വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും കഠിനമാക്കുന്നു.
വായ്പ എടുത്ത് വന്ന് കോഴ്സ് കഴിഞ്ഞ് ജോലിയില്ലാതെ പട്ടിണി കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ കോമൺ ആയിരിക്കുന്നു. വർക്ക് എക്സ്പീരിയൻസ് പോലും കിട്ടാത്ത തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ കാനഡയിലെയും UK-യിലും ഇന്ന് ധാരാളം. എന്ത് പഠിച്ചാൽ എവിടെ പഠിച്ചാൽ ജോലി കിട്ടും എന്നൊന്നും അറിയാത്ത വിദേശ പഠനത്തിന് തല വെച്ചവരാണ് ഈ കൂട്ടത്തിൽ ഭൂരിഭാഗം. തങ്ങളുടെ കോഴ്സും സ്ഥാപനവും വരെ തീരുമാനിക്കുന്നത് റിക്രൂട്ട്മെന്റ് ഏജൻസികളായതിനാൽ വിദ്യാർത്ഥികൾ അവരുടെ ട്രാപ്പിൽ പെട്ടുപോകുന്നു. തട്ടിപ്പുകാരെ സൂക്ഷിക്കുക. UK-യിലേക്ക് സ്റ്റുഡന്റ് വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറെ ഓർമ്മയില്ലേ? ഇൻസ്റ്റഗ്രാമിലൂടെ സ്റ്റഡി അബ്രോഡ് പ്രൊമോഷൻ നടത്തി വിദ്യാർത്ഥികളെ പറ്റിച്ചു എന്നതായിരുന്നു ഇവർക്കെതിരെയുള്ള കേസ്. അതുപോലെ കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഒരു ഓവർസീസ് കൺസൾട്ടൻസിക്കെതിരെ വിദ്യാർത്ഥികൾ ഫേക്ക് സർട്ടിഫിക്കറ്റ് നൽകിയതിന് പേരിൽ പോലീസ് കേസെടുത്തിരുന്നു. വിദേശത്തെ ക്യാമ്പസുകളിൽ അഡ്മിഷൻ നേടാനും ജോലി നേടാനുമൊക്കെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ്സ് യൂസ് ചെയ്തു എന്നതാണ് പോലീസ് പറയുന്നത്. ഇത്തരം പൊള്ളയായ വാഗ്ദാനങ്ങളിൽ തലവെച്ചും ഫേക്ക് ഡോക്യുമെന്റ്സ് മുഖേനയും വിദേശത്തെത്തി പണി വാങ്ങുന്നവർ നിരവധിയാണ്. തട്ടിക്കൂട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ജോലിയില്ലാതെ പട്ടിണി കിടന്ന് നാട്ടിലേക്ക് വണ്ടി കയറുന്നവരും ധാരാളമുണ്ട്. വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളെ തിരിച്ചറിയുന്നതും വിദേശത്തെ സർവകലാശാലകളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും നല്ല ധാരണയുണ്ടാക്കുന്നതും ഇത്തരം തട്ടിപ്പ് സംഘങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നല്ലൊരു മാർഗമാണ്. പിന്നെ കുറേയേറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നല്ല പ്ലാനിങ്ങോടെ വിദേശ പഠനം നടത്തിയാൽ നിങ്ങൾക്ക് മാത്രമല്ല നാടിനും അത് ബെനിഫിഷ്യലാണ് എന്ന കാര്യം മറക്കണ്ട. അതായത് ആളും തരവും നോക്കി തെരഞ്ഞെടുത്ത നാടിനും വീട്ടുകാർക്കും വിദേശ പഠനം കൊണ്ട് ഗുണം തന്നെയാണ്. സ്വർണ്ണം പണയം വെച്ച് UK-യിലേക്കും കാനഡയിലേക്കും ഒക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാർ എനിക്കറിയാം. പക്ഷേ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം സ്വർണത്തിന് ഇപ്പൊ 10,000 ഗ്രാമിനൊക്കെ ആയി. പക്ഷെ എന്ന് വെച്ചാൽ ആരെങ്കിലും സ്വർണം മേടിക്കാതിരിക്കാറുണ്ടോ? അതുമില്ല. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഗോൾഡിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ജാറാപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജാറാപ്പിനകത്ത് നിങ്ങൾക്ക് വെറും 10 രൂപ തൊട്ട് 24 കാരറ്റ് ഗോൾഡിൽ സേവ് ചെയ്യാൻ പറ്റും. ഈ 10 രൂപ വെച്ചിട്ട് നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോ പേ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ജാറിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും. ആൻഡ് അത് സേവ് ആവുന്നത് 24 കാരറ്റ് ഗോൾഡിലാണ്. പിന്നെ ജാറാപ്പ് സേഫ് ആണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരടുത്ത് ജാറിന് ഓൾറെഡി 2 crore മേലെ യൂസേഴ്സ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പൊ ഗോൾഡിൽ സേവ് ചെയ്യാൻ ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ജാറാപ്പ്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെക്കും. നിയമങ്ങൾ സ്ട്രോങ് ആകട്ടെ. വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ തട്ടിപ്പിനിരയാക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി കേരള സർക്കാർ ഒരു ഡെഡിക്കേറ്റഡ് അതോറിറ്റി സ്ഥാപിക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കുന്നതിനായി റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് ലൈസൻസിംഗ് സംവിധാനവും കൊണ്ടുവരുമെന്ന് പറയുന്നു. നിലവിൽ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല. ഇത് കാരണം എന്ത് ചൂഷണങ്ങൾ നടന്നാലും വിദ്യാർത്ഥികൾക്ക് നിയമപരമായ പരിരക്ഷ ഒന്നും ലഭിക്കാതെ പോകും. ഈ പ്രശ്നത്തിന് സർക്കാർ തലത്തിൽ തീർപ്പുണ്ടാക്കുന്നത് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസം തന്നെയായിരിക്കും നൽകുന്നത്.